കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് സുരക്ഷാ വലയങ്ങളെയെല്ലാം ചോദ്യമുനയിൽ നിർത്തി ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ചാടിയത് കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഞെട്ടലോടെയാണ്. പ്രതിക്കായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. അതിനൊടുവിലാണ് പ്രതിയെ പിടികൂടുന്നത്. അതിനാൽ തന്നെ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റി ഇനി മുതൽ കഴിയുന്നത് വിയ്യൂരിലാണ്. അതെ, ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിലൊന്നായ വിയ്യൂർ സെൻട്രൽ ജയിൽ. ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു തൃശൂർ ജയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് 1914 ക്ഷേത്ര ഭാരവാഹികളുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത ഈ ജയിൽ പിന്നീട് വിയ്യൂരിലേക്ക് മാറ്റുകയായിരുന്നു. കൊടും കുറ്റവാളികളാണ് ഇവിടുത്തെ തടവുകാരിൽ പലരും. 17 ജയിലുകൾ ഉൾപ്പെടുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയ്യൂർ. 4 ബ്ലോക്കുകളിലായി 44 സെല്ലുകളാണ് തടവുകാരെ പാർപ്പിക്കാൻ ഇവിടെയുള്ളത്. 523 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമേ ജയിലിൽ നിലവിലുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ 700-നടുത്താണ് എപ്പോഴത്തെയും ജയിൽവാസികളുടെ അംഗസംഖ്യ. നിലവിൽ വിയ്യൂരിലുള്ളത് 125 കൊടും കുറ്റവാളികളെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടുത്തെ ചട്ടം എന്ന് പറയുന്നത് 6 തടവുകാർക്ക് 1 വാർഡൻ എന്ന രീതിയിൽ നിയമനങ്ങൾ നടത്തുന്നതാണ്. ഗോവിന്ദചാമിയെ പാർപ്പിക്കുക ഇവിടുത്തെ ഏകാന്ത സെല്ലിലാണ്. അതായത് പ്രതികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ സാധിക്കില്ല. ജയിൽ സ്ഥിതി ചെയ്യുന്നത് 9.5 ഏക്കറിലാണ്. 700-300 മീറ്റർ ചുറ്റളവുള്ള മതിലാണ് ഇവിടെയുള്ളത്. ജയിൽ കെട്ടിടം മതിലിൽ നിന്ന് 50 മീറ്റർ അകലെയാണ്. വിയ്യൂരിലെ സെല്ലുകളിൽ അഗ്നിരക്ഷാ സംവിധാനവും CCTV ക്യാമറയും പിന്നെ പ്രാഥമിക സൗകര്യങ്ങളുമുണ്ട്. 15 മീറ്റർ ഉയരമുള്ള 4 വാച്ച് ടവറുകളും വിയ്യൂരിലുണ്ട്. കൂടാതെ നൈറ്റ് വിഷൻ ബൈനോക്കുലർ, ഹൈ ബീം സെർച്ച് ലൈറ്റ്, വാക്കി ടോക്കി സജ്ജീകരണങ്ങളുടെ ആയുധധാരികളായ ഗാർഡുകളും മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകും. കൺട്രോൾ റൂമിൽ നിന്ന് 250-ൽ പരം CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും എപ്പോഴും നിരീക്ഷണ വലയത്തിലാണ്. വൃത്താകൃതിയിലാണ് ജയിൽ. അതിൽ പുഷ്പദളത്തിന്റെ ആകൃതിയിൽ 6 കെട്ടിടങ്ങളുണ്ട്. അതും പ്രധാന ഓഫീസ് കെട്ടിടത്തിനോട് ചൂണ്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചത്. ഇതിൽ 4 എണ്ണം 44 സെല്ലുകൾ വീതവും ബാക്കി 2 സെല്ലുകളിൽ ഡോർമെറ്ററി രീതിയിൽ 4 വലിയ റൂമുകളുമുണ്ട്. അതിൽ 5-ാമത്തെ കെട്ടിടം സ്ത്രീകളുടെ വിഭാഗമാണ്. കൂടാതെ അടുക്കള, സൂക്ഷിപ്പ് മുറി, നിർമ്മാണശാലകൾ, ലൈബ്രറി, ആശുപത്രി, ആരാധനാ കേന്ദ്രങ്ങൾ എന്നിവയും വിയ്യൂരിലുണ്ട്. അതീവ സുരക്ഷാ ജയിലായ ഇവിടെ തടവുകാരെ കോടതി നടപടികൾക്കായി പോലും പുറത്തിറക്കാറില്ല. അതിനായി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ വിചാരണ നടത്തും. ടെലി മെഡിസിൻ സംവിധാനമാണ് പ്രതികളുടെ ആരോഗ്യ കാര്യങ്ങൾ പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് റഫറൽ ആശുപത്രികളിലേക്ക് പോലും പ്രതികളെ നേരിട്ട് കൊണ്ടുപോകാറില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.